വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രയൽ റൺ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കാണ് ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെ 5:10 വണ്ടി പുറപ്പെട്ടത്. 3 മണിക്കൂർ കൊണ്ട് ട്രെയിൻ കൊച്ചിയിലെത്തി. വിവരങ്ങളുമായി അനഘയുണ്ട്. അനഘ, ട്രയൽ റൺ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എബി, രാവിലെ 5:10 തിരുവനന്തപുരത്തെ തമ്പാനൂരിലെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ നിന്നും വന്ദേ ഭാരത് യാത്ര ആരംഭിച്ചത്. മറ്റ് ട്രെയിനുകളിൽ നിന്നെല്ലാം ഒരു പ്രത്യേകതയായി വന്ദേ ഭാരതിന് തുടക്കം മുതലേ എടുത്തു കാട്ടുന്നത് ഇത് മറ്റു ട്രെയിനുകളെക്കാൾ വേഗത കൂടുതലുണ്ട് എന്നുള്ളതും അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതുമാണ് ഈ ഒരു ട്രെയിനിന്റെ പ്രത്യേകതയായി എടുത്തു പറയുന്നത്. രാവിലെ 5:10 തമ്പാനൂരിൽ നിന്ന് ആരംഭിച്ച വന്ദേ ഭാരതിന്റെ യാത്ര അവിടെ നിന്നും പിന്നീട് കൊല്ലത്തെത്തി. കൊല്ലത്ത് സാധാരണ തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കുന്ന യാത്ര കൊല്ലത്തെത്താൻ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ സമയമെടുക്കാറുണ്ട്. എന്നാൽ ഇത് 45 മിനിറ്റ് കൊണ്ട് വന്ദേ ഭാരത് യാത്ര അതിന്റെ ട്രയൽ റൺ കൊല്ലത്തെത്തുകയുണ്ടായി. അതാണ് വേഗത, അതായത് വേഗത്തിൽ മറ്റ് ട്രെയിനുകളെക്കാൾ വേഗത്തിൽ ഇതിന് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ശബ്ദമില്ലാതെ വളരെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്രയാണിത്. അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. വൈഫൈ, GPS തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മുഴുവൻ ശീതീകരിച്ച കോച്ചുകളാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളെല്ലാം ഉണ്ട്. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് അങ്ങനെ തുടർന്ന യാത്ര 8:35 ആയപ്പോഴാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ അല്പസമയം നിർത്തിയിട്ടു. അല്പസമയം നിർത്തിയിട്ടതിന് പിന്നാലെ നിരവധി ആളുകൾ ഈ ഒരു ട്രയൽ റൺ കാണുന്നതിന് വേണ്ടിയിട്ട് എറണാകുളത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. നമുക്കറിയാം, മുൻപ് ഇത്തരത്തിലുള്ള ഒരു കൗതുകത്തിൽ ആളുകൾ എത്തിയിരുന്നത് കൊച്ചി മെട്രോയുടെ ആ ഒരു വരവിലായിരുന്നു. കാരണം കൊച്ചി മെട്രോ വരുന്നു എന്ന ആ ഒരു വാർത്ത വന്നപ്പോഴായിരുന്നു അതിനെ വളരെ കൗതുകത്തോടു കൂടി അത് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനുമൊക്കെ ആളുകൾ എത്തിയത്. അതുപോലെ എന്താണ് വന്ദേ ഭാരത്, അതിന്റെ ട്രയൽ റൺ എങ്ങനെയായിരിക്കും എന്നതൊക്കെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പറയുവാനുള്ളൊരു പ്രത്യേകമായിട്ടും പറയുവാനുള്ളത് വേഗത്തിൽ, അതായത് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ പോയിരിക്കുന്ന, അതായത് എറണാകുളത്ത് നിന്നും പോയിരിക്കുന്ന ട്രെയിൻ ഇനി തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട് അങ്ങനെ വിവിധ ജില്ലകളിൽ അതിന് തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അല്പനേരം അത് നിർത്തിയിട്ട് റെയിൽവേ അധികൃതർ അതിന്റെ യാത്രകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എല്ലാം പരിശോധിക്കും. കാര്യമായ രീതിയിലാണോ, അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ റെയിൽവേ അധികൃതർ പരിശോധിക്കും. പ്രധാനമായിട്ടും ഇത് രാവിലെ 5:20 ആരംഭിച്ച യാത്ര വിവിധ ജില്ലകളിലൂടെ കടന്നുപോയി. ഇനി അത് കണ്ണൂരിൽ 12:30 ആകുമ്പോഴത്തേക്കും കണ്ണൂരിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12:30 ആകുമ്പോൾ കണ്ണൂരിലെത്തി തിരിച്ച് 9:30 ആകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് ഈ ഒരു ട്രയൽ റണ്ണ്, ഈ ഒരു വന്ദേ ഭാരതിന്റെ ട്രയൽ റൺ തീരുമാനിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരത് ഓടുമോ, അല്ലെങ്കിൽ വന്ദേ ഭാരത് ട്രയൽ റൺ ഉണ്ടാവുമില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അനഘയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.